അതെ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. അപ്പം ഒരാഴ്ച പെട്ടെന്ന് അങ്ങ് പോയി. അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു വീഡിയോ ആക്കാൻ വേണ്ടി പോയതല്ല, കാരണം ഇവർക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ഡൗൺ ടൗണിൽ പോവാണ് സ്കൂളിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാ പിന്നെ നമ്മൾ പോവാത്ത കുറെ സ്ഥലങ്ങളുണ്ട് ബാംഗ്ലൂരിൽ. ഏതാ നമ്മൾ ഇതുവരെ കവർ ചെയ്യാത്ത, നിങ്ങൾ കാണാത്തല്ല, നമ്മൾ ഇതുവരെ കവർ ചെയ്യാത്ത. അപ്പം ഞാൻ വിചാരിക്കുന്നത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ സ്ഥലങ്ങൾ മാത്രം കാണിച്ചുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പം മറ്റുള്ള കാര്യങ്ങളും നടക്കുകയും ചെയ്യും. അപ്പൊ എന്തായാലും ഇതൊരു വീഡിയോ ഒക്കെ നോക്കുവാണ്. ആവുകയാണെങ്കിൽ നല്ല വീഡിയോ ആയിരിക്കും. അപ്പൊ എന്തായാലും നേരെ ഡൗൺ ടൗണിലോട്ട് പോവാണ്. ബാക്കിയെല്ലാം അവിടെ ചെന്നിട്ട് ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് സയൻസ് വേൾഡ് ആണ്. ആ നേരെ കാണുന്നതാണ്, ഇപ്പൊ അങ്ങോട്ട് കുറച്ച് വണ്ടിയിൽ ഇപ്പൊ കാണാൻ പറ്റും. നേരെ കാണുന്നതാണ് സയൻസ് വേൾഡ്. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ടെർമിനൽ അവന്യൂ കൂടാണ്. അപ്പം സയൻസ് വേൾഡ് ബിൽഡ് ചെയ്തിരിക്കുന്നത് 1989-ലാണ്. അപ്പം കുറെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. പിള്ളേരൊക്കെ ഒരുപാട് തവണ പോയിട്ടുണ്ട് സയൻസ് വേൾഡ്. പക്ഷെ എനിക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. അവരെ എല്ലാ വർഷവും ഓൾമോസ്റ്റ് എല്ലാ വർഷവും അവരെ സയൻസ് വേൾഡിലാണ് കൊണ്ടുപോകുന്നത്. എലിമെന്ററി സ്കൂളിൽ നിന്ന്, വലിയ സ്കൂളിലല്ല, സെക്കൻഡറി സ്കൂളിലല്ല, എലിമെന്ററി സ്കൂളിൽ നിന്ന് അവരെ എപ്പോഴും സയൻസ് വേൾഡിലാണ് കൊണ്ടുപോകുന്നത്. ജെനിയൊക്കെ ഒരു 3-4 തവണ പോയി അല്ലേടി? പോയിട്ടുണ്ടോ? ഒരുപാട് തവണ പോയിട്ടുണ്ട്. നക്ഷത്രമൊക്കെ പോകും, അതാണ് കാണുന്നത്. അപ്പൊ അതൊക്കെ പോണമല്ലോ എന്തായാലും. ഇതുവരെ ഞാൻ പോയിട്ടില്ല. അപ്പൊ നമുക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം അതൊന്ന് എക്സ്പെരിമെന്റ് ചെയ്യണം, സയൻസ് വേൾഡ്. അപ്പൊ ഇവര് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഭയങ്കര നല്ലതാണ്, സംഭവമാണെന്നൊക്കെ പറഞ്ഞു. നമുക്ക് നമുക്കൊന്നൊരു പറ്റുവാണെങ്കിൽ ഒരു ദിവസം. ഓക്കെ, അപ്പൊ നമ്മള് സയൻസ് വേൾഡ് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ പോകുന്ന പറഞ്ഞാല് ക്യാമ്പി ബ്രിഡ്ജിൽ നിന്ന് ഡൗൺ ടൗണിലേക്ക് ഒരു വഴിയുണ്ട്. അപ്പൊ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരമാണ് അതുവഴി പോകേണ്ടത്, കാരണം ബിൽഡിംഗ് എല്ലാം ലൈറ്റ് ഒക്കെ ഇട്ട് നിൽക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇപ്പൊ ഒന്ന് പോയി നോക്കാം. കാണാൻ ഭയങ്കര ഭംഗിയാണ്, ഒരുപാട് ബിൽഡിങ്സ് കാണാം. ഓക്കെ, അപ്പൊ നമ്മള് ക്യാമ്പി ബ്രിഡ്ജ് കൂടെ ഡൗൺ ടൗണിലേക്ക്. അപ്പൊ നമ്മള് അത് കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ ക്യാമ്പിൽ കുറിച്ച് നല്ലൊരു വ്യൂ ആണ് അല്ലേ. അപ്പൊ ഇനി നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാല് സ്റ്റേഡിയം കാണിക്കാനാണ്, റോജേഴ്സ് അരീന. ഇതാണ് BC പ്ലേസ് എന്ന് പറഞ്ഞ പ്ലേസ് ആണിത്. ഓക്കെ, അപ്പൊ ഇതാണ് സ്റ്റേഡിയത്തിന്റെ ഒരു എൻട്രൻസ്. അപ്പൊ നമുക്ക് വേറെ ഒരു പാലത്തിൽ കൂടെ പോകുമ്പോൾ ഒരു നല്ല എൻട്രൻസ് ഉണ്ട്. അപ്പൊ അതുകൂടെ കാണാം, അടിപൊളിയായിരിക്കും അത്. ടെറി ഫോക്സിനെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ട് അവര്. അതിലും വന്നിട്ടുണ്ടോ ഇവിടെ? നിങ്ങൾ ജെനി വന്നിട്ടുണ്ടോടി?
രാത്രിയിലാണ് ഇതും ഭംഗി. ഇതെല്ലാം ഈ സൈഡിൽ കാണുന്ന എല്ലാ സ്ഥലത്തും ഇവർ ലൈറ്റ് കത്തിക്കും. ഇത് ഫുള്ള് ലൈറ്റാണ്. ഓരോ ഗെയിമിനനുസരിച്ചാണ് ഇവർ ലൈറ്റ് കത്തിക്കുന്നത്. അടിപൊളിയാണ്. ഓക്കെ, നമ്മൾ സ്റ്റേഡിയം കണ്ടു. ഇനി നമ്മൾ പോകുന്നു പറഞ്ഞാൽ ചൈന ടൗണിൽ കൂടെ ഒരു യാത്ര. ഓക്കെ, ഇപ്പൊ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ് ഈസ്റ്റ് ഹേസ്റ്റിങ്സ് സ്ട്രീറ്റ്. അപ്പൊ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഹോംലെസ് പീപ്പിൾ ഒക്കെ താമസിക്കുന്നത്. ശരിക്കും ഭയങ്കര ഒരു ചേരിയാണിത്. പക്ഷെ അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. നമ്മുടെ നെഞ്ചത്തൊന്നും അവർ കയറത്തില്ല. പക്ഷെ എങ്കിൽ പോലും അവരവരുടെ ബിസിനസ് നോക്കി നിൽക്കും. പക്ഷെ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പൊ നമ്മള് അതെല്ലാം കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞാൽ കാനഡ പ്ലേസ്. അതൊന്ന് ഓടിച്ചിട്ട് കണ്ടങ്ങ് പോവാം. ഇപ്പൊ കുറെ സ്ഥലങ്ങളായല്ലേ. ഓക്കെ, നമ്മൾ നേരെ കാനഡ പ്ലേസ്. ഇതാണ് കാനഡ പ്ലേസ്. അപ്പൊ ഇവിടെയാണ് മറ്റേ നമ്മുടെ എന്താ പറയുന്നത് ക്രൂസ് ഷിപ്പ് ഒക്കെ വരുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഒരുപാട് സീസൺ സമയത്ത് ഒരുപാട് ഇപ്പൊ ഓഫ് സീസൺ ആയതുകൊണ്ടാണ്, കൊറോണ ആയതുകൊണ്ട് ഓഫ് സീസൺ സമയത്ത് ഒരുപാട് ആൾക്കാരാണ് ഇവിടെ. ശരിക്കും ഭയങ്കര ഭംഗിയാണ്. ഇതിപ്പം അറിയാലോ, കൊറോണ ആയതുകൊണ്ട് ആരുമില്ല. അപ്പൊ ഇതാണ് വാൻകൂവർ കൺവെൻഷൻ സെന്റർ. അപ്പൊ ഇതിങ്ങനെ ആ ഗ്ലോബ് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനകത്താണ് ഫോട്ടോ ഷോയും എക്സിബിഷനൊക്കെ വരുന്നത്. കിട്ടുന്നൊരു പ്ലേസ് ആണ്. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ബുറാഡ് സ്ട്രീറ്റ്. അപ്പം കൂടുതലും മാർച്ചുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഇപ്പം എന്തെങ്കിലുമൊക്കെ പരേഡ് ഒക്കെ നടക്കുന്നത് ബുറാഡ് സ്ട്രീറ്റിലാണ്. ഇത് വളരെ ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഡൗൺ ടൗണിന്റെ ഒരു ഹൃദയഭാഗം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ബുറാഡ് സ്ട്രീറ്റ്. അപ്പൊ നമ്മൾ ബുറാഡ് സ്ട്രീറ്റ് കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് ഇംഗ്ലീഷ് ബേ ബീച്ച് കാണാനാണ്. അപ്പൊ നമുക്ക് നേരെ ബീച്ച് റോഡിലോട്ട് കയറാം. ബീച്ച് റോഡിലോട്ട് കയറിയിട്ട് അതുവഴി ഇങ്ങനെ പതുക്കെ കണ്ട് ഇതാണ് ഡൗൺ ടൗണിലെ ട്രംപിന്റെ ഹോട്ടൽ. കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ട്രംപ് അത്ര ഫേമസ് ആയതുകൊണ്ടാണ്. ഇപ്പൊ ഇത് അടച്ചു പൂട്ടി. ഇപ്പൊ അങ്ങനെ ഇതില്ല. പക്ഷെ ശരിക്കും ട്രംപ് അല്ല ഇതിന്റെ ഇത്, എങ്കിൽ പോലും മറ്റുള്ളവരാണ്. പക്ഷെ എങ്കിൽ പോലും അവിടെ വലിയ പ്രക്ഷോഭം നടന്നപ്പോ ഇതിന്റെ മുമ്പിലൊക്കെ ആൾക്കാര് ഭയങ്കര സമരമൊക്കെ നടത്തിയതാണ്. ഇപ്പൊ എന്തായാലും അടച്ചു പൂട്ടിയത്. ഇതാണ് വാൻകൂവർ ആർട്ട് ഗാലറി.
ഇവിടെ വൈകുന്നേരമൊക്കെ വരാമെങ്കിൽ നല്ല രസമാണ്. കുറേ പരിപാടികളൊക്കെ ഇതിന് മുമ്പ് വെച്ച് നടക്കാറുണ്ട്. ഇതിനകത്തും നല്ലതാണ്. അപ്പോൾ ഇവിടെ വരുന്നൊരിത് മിസ്സായിരിക്കുക. നല്ല അടിപൊളി സ്ഥലമാണ്. ഇതുണ്ട് ഈ താഴേന്ന് ഈ സ്മോക്ക് വരുന്നുണ്ടോ റോഡിന് നടക്കുന്നു. അപ്പം ഇത് ഈ ഒരു ഇത് താഴെ ഇതിൻ്റെ താഴെ ഒരു മോളാണ്, ഷോപ്പിംഗ് മോളാണ്. അപ്പം നമ്മൾ ഇത് കാണാനാണ് നമ്മൾ ഇവിടോട്ടാണ് പോകുന്നത്. ആ മോളിലേക്ക് കയറാനാണ് നമ്മൾ പോകുന്നത്. നമ്മളിനി കാണാൻ പോകുന്നത് പിങ്ക് ആലി. അപ്പോൾ ഇത് കാണേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതാണ് പിങ്ക് ആലി. അപ്പോൾ ഇവിടെ പണ്ട് 2016 ഇവരിങ്ങനെ ഇതൊരു ഡിസൈനിങ് ഒക്കെ ചെയ്തത് ഈ ആലി. അതിനു മുമ്പ് നേരത്തെ ഇവിടെ ആണുങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ വാലികളിൽ ഇങ്ങനെ ആണുങ്ങൾ മാത്രമായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പിങ്ക് കളറൊക്കെ ആക്കി ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും വരാൻ തുടങ്ങി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതാണ്. ഒരുപാട് പേര് ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നതാണ് ഇവിടെ. 2017 ഇവർക്ക് അവാർഡൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു. ഇൻ്റർനാഷണൽ അച്ചീവ്മെൻറ്റ് അവാർഡ് ഓഫ് എക്സലൻസ് എന്ന് പറഞ്ഞൊരു അവാർഡൊക്കെ കിട്ടി. അങ്ങനെ ഇതാണ് പിങ്ക് ആലി. ഓക്കെ, ഇതിന്റെ വില കണ്ടോ ജാക്കറ്റിന്റെ? $1224. ഹോൾ റെന്റ് ഫ്രീ. ഏകദേശം നമ്മുടെ നാട്ടിലെ 50,000 മുകളിൽ വിലയായി. എന്റെ അമ്മേ. പക്ഷേ it's so pretty. കാണാനൊക്കെ നല്ല രസമാണ്. It's nice. I like it. ഇതുണ്ട്, ഇതെല്ലാം ഇത് ഭയങ്കര എക്സ്പെൻസീവ് സ്റ്റോറാണ്. What is this? $1,900 കനേഡിയൻ ഡോളർ. ഏകദേശം 50,000 മുകളിൽ വില പോയി. Oh, Louis Vuitton. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോറാണ്. Yeah, designer. നമുക്കുള്ളതല്ല പോയേക്കാം. എന്നാലും വന്ന സ്ഥിതിക്ക് വിലയൊക്കെ കണ്ടോ. Oh, look at this first. That's so pretty. Look at those shoes. Okay, even if they look ugly, they're from Louis Vuitton. ഇതുണ്ട്, ചെറിയൊരു ബനിയനാണ്. ചെറിയൊരു ഷർട്ടിന്റെ വില കണ്ടോ, $775. That is just too much. മെയ്ഡ് ഇൻ ജപ്പാൻ. ഇതുണ്ട്, $2,310. How much? $2,310. Just for this? What is a blazer? 1,00,000 മുകളിൽ വിലയായി. ഇതൊക്കെ ആരായിരിക്കും ഇടുന്നതല്ലേ? Oh, that's so pretty. Oh. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് ഇതിന്റെ ഈ ഒരു മെറ്റീരിയൽ. ഭയങ്കര സോഫ്റ്റ് അല്ലേ? എത്ര വില നോക്കട്ടെ. ഓ, അധികമില്ല. $1,000. $1,000. ഇതിന് $1,050. 50? 1,050? Jane. ഇതെല്ലാം ഡിസൈനർ ഷോപ്സ് ആണ്.
അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ്. ഫുള്ള് ഈ കാണുന്നതെല്ലാം ഡിസൈനർ ഷോപ്പുകൾ. പ്രാഡയുണ്ട്, പ്രാഡ. Oh, the Prada. Oh, that's so pretty. $1500. $1500 $1,195. അപ്പൊ എന്റെ ഫ്രണ്ടിന് ഈ ഷൂസ് ഉണ്ട് പക്ഷെ പഴത്തില്ലായിരുന്നു. I know. They're like acting like it's real, bro. Oh my God, Cinderella's shoes. അതവര് ലോക്ക് ചെയ്ത് വെച്ചേക്കും. Oh my God. ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. ഇത് ഭയങ്കര എക്സ്പെൻസീവാണ്. ഇത് കണ്ടോ, അതിൻ്റെ വില കണ്ടോ? $5125. 5125. അതുകൊണ്ടാണ് അവർ ചില്ലുകൂട്ടിലൊക്കെ ഇട്ട് വെച്ചിരുന്നത്. ഞാനത്തിൻ്റെ കിളി പോയി. പ്രാഡ. പ്രാഡയ്ക്കൊന്നും അത്ര വിലയില്ല. 1120 ഉള്ളൂ. ഇപ്പം ഇവിടെ വന്നിട്ട് ഈ 1000 എന്നൊക്കെ പറയുന്ന ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വില നമ്മൾ 50 രൂപയുടെ ഷൂ മേടിക്കാൻ ഇറങ്ങിയതാണ്. ഇപ്പം ഇവിടെ വന്നിട്ട് ഓരോ ചെരുപ്പ് കാണുമ്പോൾ 1000 രൂപ ഉള്ളതെന്നൊക്കെ നമുക്ക് തോന്നുന്നു. ഇത് ഗൂച്ചിയുടെ സ്റ്റോറാണ്. എത്ര പ്രൈസ്? പ്രൈസ് 1550. Oh my gosh. കോബ്രയൊക്കെ ഉണ്ടോ? കോബ്ര. ഈ ചപ്പലിന്റെ വില ഉണ്ടോ? It's so weird. It's so wobbly. ഇതിന്റെ വില ഉണ്ടോ? 985. $1,205. Actually, it looks like സാധാ തുണി so പോലെ. nice. So nice ആണ്. So shiny. അതോ അതിനെത്ര വില? Oh, another color. It's $1,185. ഇതിന്റെ നല്ല സൂപ്പർ തുണി അല്ലേ? അതിന്റെ വില ഉണ്ടോ? ഈ ചത്ത ഷൂവിന് ഇത്രയോ? ചത്ത ഷൂ. It's so ugly. ഈ ചത്ത ഷൂവിന് ഇത്രയാ വില? $1,730. ഇതുണ്ട്, സ്പ്രിങ്ങാണ്. That's so pretty. ഇങ്ങനെ കളറിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി ഞാൻ ട്രൈ ചെയ്തു. How much is it? Oh, and the bottom is like that. അടിപൊളി. $1,730. Oh, അതിന്റെ ഹീൽ ഉണ്ടോ?
$1380. 1,000? 1380. എത്ര? 1380. ഇതുണ്ട് കപ്പലിൻ്റെ വില $400. Wait, what? $400 ആയി. എന്ന് പറഞ്ഞാല് $400. 400. ഓ. ഇത് ഇത് ചിലപ്പോൾ 4 ജോഡി ഷൂ, ഇത് 4 അല്ല 8 ജോഡി ഷൂ മേടിക്കും. What is this? Hairy chapel? What happened? It's 540. Show the front. Okay, stop. Oh, but it's so soft. They did it. Shoot, look at this bag. Shed, this so pretty. And then look at the money. Ah. Oh, that's so pretty. Oh, wow. No, Nishu, no? That one, yeah. എൻ്റെ പൊന്നോ, ഈ ചെരുപ്പിൻ്റെ വില കണ്ടോ? $5000. ഇതെന്ത് പോണിത്? ഇത് ആരാണ് ഇടുന്നത്? ഡയമണ്ട്സ് ഒന്നും അല്ലത്. ഇത് ജസ്റ്റ് ഫാഷൻ ഡിസൈനാണ്. അതായത് ക്രിസ്റ്റ്യൻ ലബോട്ടിൻ എന്ന് പറയുന്ന ഒരു ഫാഷൻ ഡിസൈനറിൻ്റെ കടയാണിത്. ഞാനിപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. എൻ്റെ പൊന്നെ, എന്തോ വിലയൊന്നും നോക്കിക്കേ. അത് 875. That's so pretty. I know the 895. Oh, but it's so nice. It's so pretty. 895. Ooh, see? That little label. Okay, it's That is just crazy. Oh, is it ഇതെല്ലാം 1000-ന് മുകളിൽ വിലയുള്ള ഷൂകളാണ്. ഈ പെണ്ണുങ്ങളൊക്കെ ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെരുപ്പുകൾ ഇടുമെന്നുള്ളതാണ്. ഇതമ്മോ, എന്താ ഈ കിടക്കുന്ന എല്ലാം ബ്രാൻഡ് ഷോപ്സ് ഇതാണ്, തുണികളാണ്. ഇതിൻ്റെയൊക്കെ വിലകൾ കാണാം നമുക്കിപ്പോൾ. $2370. നമ്മുടെ നാട്ടിൽ ഊട്ടിയിലൊക്കെ കിട്ടുന്ന തുണി പോലും. അല്ലടി ലയണാകി. ഈ ജാൻറ്റിനെ ഇത് കണ്ടിട്ട് ഹോഴ്സായിട്ട് തോന്നി. എന്തൊരു പൊട്ടിയടി. എത്രയാണ് വില? where does it even say? Where? എന്തായാലും നമുക്ക് പറ്റിയ കടയല്ല, അടിപൊളി കടയാണ്, സൂപ്പർ കടയാണ്. അപ്പോൾ എന്തായാലും ഇത്തിരി ഷൂ മേടിക്കേണ്ടതൊക്കെ ഇവിടെ വന്ന് ഷൂ മേടിക്കണം. എന്തായാലും ഞങ്ങൾ പോകാം, ഞങ്ങൾക്ക് ഇത് പറ്റത്തില്ല. ഇത് നമ്മുടെ മലയാളികളുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്വഭാവമാണ്. എവിടെ പോയാലും നമ്മൾ സ്പ്രേ ട്രൈ ചെയ്ത് നോക്കാന്ന് പറയും. ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോസ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വീഡിയോ മറ്റേ നമ്മുടെ സ്ഥലങ്ങളെല്ലാം കാണിച്ചിട്ട് നിർത്താൻ പോയതാണ്. അപ്പോഴാണ് മോളിൽ വന്ന് കയറിയപ്പോൾ ഇത് കാണേണ്ടത്. അപ്പോൾ ഇത് കണ്ടിട്ട് കാണിച്ചില്ലെങ്കിൽ പിന്നെ അപ്പോൾ എന്തായാലും ഇത് കാണിക്കാൻ പറ്റുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ഇനി നിങ്ങളുടെ മുമ്പിലോട്ട് വരും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളെന്തായാലും ഞങ്ങൾക്ക് പറ്റിയ സ്റ്റോറല്ലത്. അപ്പോൾ ഞങ്ങളെന്തായാലും നമ്മുടെ സാധാ സ്റ്റോറിലേക്ക് പോകണം ഇവർക്കുള്ള സാധനം മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കിടിലൻ വീഡിയോസ് ഇനി വരാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യണം. പറ്റാവുന്ന എല്ലാം ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഉടനാണ്, കൗതുകം കുത്തിയറച്ച വീഡിയോകൾ ഉടനായി ഞങ്ങളുടെ മുമ്പിലോട്ടുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് വിത്ത് ഫാമിലി മാൻ. സീ യു നെക്സ്റ്റ് ടൈം. ഓക്കെ, ബൈ ബൈ. സേ ബൈ ബൈ. ടാറ്റ, ബൈ ബൈ.